കേരളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളം എങ്ങനെ ചിന്തിക്കുന്നു? ഇലക്ഷന് തൊട്ട് മുൻപ് തന്നെ ആളുകൾക്ക് എങ്ങോട്ടാണ് കേരളം ചിന്തിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു താല്പര്യമുണ്ട്. അതിൻ്റെ ഭാഗമായി പല സർവേകൾ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള ഏജൻസികൾ, അത് ദേശീയ മാധ്യമങ്ങളുടേതായ ഏജൻസികൾ, കേരളത്തിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള ഏജൻസികളൊക്കെ തന്നെയും ഇങ്ങനെ തെരഞ്ഞെടുപ്പ് മായി ബന്ധപ്പെട്ട് ചില സർവേകളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ പോളിമെട്രിക് എന്ന ഏജൻസിയുടെ നാഷണൽ ഹെഡ് സിയാദ് കൂടിയാത്താണ് ഇപ്പോൾ നിങ്ങൾ പോളിമെട്രിക് നടത്തിയ സർവേയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒപ്പം തന്നെ കുറച്ച് എക്സ്പ്ലോസീവ് ആണ് എന്ന് തോന്നുന്നു. കാരണം നിലവിൽ ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. പ്രത്യേകിച്ചും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ജോഗ്രഫിയിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു 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 അസസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ പോളിമെട്രിക്കിൻ്റെ സർവേ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യമേ ചോദിക്കാനുള്ളത് പോളിമെട്രിക്കിൻ്റെ സർവേ മെത്തഡോളജിയാണ്. എങ്ങനെയായിരുന്നു? എത്ര സാമ്പിൾസ് നിങ്ങൾ എടുത്തു? അതെങ്ങനെയായിരുന്നു? മാനുവൽ ആയിരുന്നു? എങ്ങനെയായിരുന്നു നിങ്ങളുടെ മെത്തഡോളജി? ശരിക്ക് കേരളത്തിൽ പൊതുവെ ഓരോ സർവേ കമ്പനികളും അധികം യൂസ് ചെയ്ത് 8,000 മുതൽ 25,000 വരെയുള്ള സാമ്പിൾസുകൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തിട്ടുള്ളത് 1,40,000 റെസ്പോണ്ട് നേരിട്ട് കണ്ടിട്ടാണ് സാമ്പിൾ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ശരിക്കും ഇത് സാധാരണ ചെയ്യുന്ന പോലെ ഒരു മൈക്രോ ലെവലല്ല ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷമുള്ള ട്രെൻഡ് അനുസരിച്ചുള്ള സ്ട്രക്ചർ ആയിട്ടുള്ള സാമ്പിളുകൾ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ഓരോ നിയോജക മണ്ഡലത്തിനും കോൺസ്റ്റിറ്റ്യൂൻസിൽ നിന്നും ഓരോ സ്ട്രക്ചർ ചെയ്ത് എല്ലായിടത്തും ഒരേപോലെ സ്ട്രക്ചറായിട്ട് ഇതൊരു ഒപ്പീനിയൻ പോൾ അല്ല. ശരിക്ക് പബ്ലിക് ഒപ്പീനിയൻ പോൾ ആയിട്ടല്ല എടുത്തില്ല, ട്രെൻഡ് ബേസ്ഡ് പോളാണ്. അല്ല, ഇതിപ്പോൾ കേരളത്തിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തിരുവനന്തപുരത്തുള്ള ആ ഒരു രാഷ്ട്രീയമല്ല ഇപ്പോൾ മധ്യ കേരളത്തിലേക്ക് വന്നാൽ. മധ്യ കേരളത്തിൻ്റെ നിന്ന് വ്യത്യസ്തമാണ് വടക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ഈ മൂന്ന് രീതിയിൽ തന്നെ ചിന്തിക്കുന്ന മൂന്ന് തരത്തിലുള്ള ജനവിഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ ചായ്വുകളുള്ള ഇടങ്ങളാണ്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെയറൊക്കെ തയ്യാറാക്കുക? അല്ല, അതാ പറഞ്ഞത്, ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ തെക്കൻ മേഖലകളിൽ ചോദിക്കുന്ന ചോദ്യം ഇപ്പോൾ ഒരേപോലത്തെ ചോദ്യങ്ങളാണെങ്കിൽ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ആയാലും നിങ്ങൾ ആരെ ചൂസ് ചെയ്യുന്നത്? നിങ്ങൾ കുറച്ച് പേര് കൊടുത്തു, റിപ്പോർട്ടിൽ നമ്മൾ പറയുന്നുണ്ട്. അത് എല്ലായിടത്തും ഒരേ ചോദ്യമാണല്ലോ. ശരിക്ക് വേണ്ടത് എന്താ? അവിടുത്തെ വ്യക്തിയെക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് ഏരിയ മാറുമ്പോൾ വ്യക്തി മാറുന്നുള്ളൂ, രാഷ്ട്രീയം മാറുന്നുള്ളൂ. ഇപ്പോൾ മലബാർ മേഖലയിൽ വരുമ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ തെക്കൻ മേഖലയിലെ കാര്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ചുരുങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ചോദ്യം ഒന്നിതായിരുന്നു, കേരളത്തിൽ ഈ ഭരണത്തുടർച്ച ഉണ്ടാകുമോ? കേരളത്തിൽ ഒരു ഭരണത്തുടർച്ച ഉണ്ടാകുമോ? യെസ് ഓർ നോ ചോദിച്ചു. ഉണ്ടെങ്കിൽ അതിനുള്ളൊരു എന്താണ് ഉണ്ടാകാനുള്ള കാരണം? അതായത് രണ്ടാമതുണ്ടായിരുന്നത്, ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് പ്രിഫറൻസ് കുറച്ച് ആളുകളെ വെച്ചു. ഇതിലാരെ നിങ്ങൾ പിന്തുണക്കുന്നു, എന്തുകൊണ്ട്? അതും വെച്ചു. 3 നമ്മൾ ചോദിച്ചത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്നാണ്. അപ്പോൾ അതിനും യെസ് ഓർ നോ. അപ്പോൾ അതിനും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എന്നുള്ളത്. ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ശരിക്കും വെച്ചിട്ടുള്ളൂ. ഓക്കെ. അതായത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്പസമയത്തിനകം തന്നെ വി ആർ ഗോയിങ് ടു റിവീൽ ദ ക്രക്സ് ഓഫ് ദ സർവേ. അപ്പോൾ നമുക്ക് അതിനു മുൻപ് എന്താ പറയുക, ജനങ്ങൾക്ക് ഇത് 100% വിശ്വസിക്കാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത് 100% മുഖവിലേക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സർവേ ആണെന്നുള്ള ആത്മവിശ്വാസം പോളിമെട്രിക്കിന്റെ അണിയറ പ്രവർത്തകർ 100%. കാരണം 100% നീതി പുലർത്തിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ അനലിസ്റ്റിക് വിഭാഗം, ഡാറ്റ വിഭാഗം, ഓരോ വിഭാഗങ്ങളും സ്ക്രൂട്ടിങ് നടത്തി ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് യോജിക്കാവുന്ന എല്ലാവരും കൂടി ഇരുന്നിട്ട് എടുത്തിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, 100% അല്ലെങ്കിൽ 90 to 100% ഇത് സക്സസ് ആയിരിക്കും. ശരി. അങ്ങനെ ഇരിക്കും. ഇനി ഈ സമയം എന്ന് പറഞ്ഞാൽ ഈ സർവേയിൽ എന്താണ് പ്രത്യേകിച്ചും ആളുകൾക്ക് അറിയേണ്ടത്? ഭരണമാറ്റം ഉണ്ടാകുമോ? ഭരണ തുടർച്ചയാണോ സംഭവിക്കാൻ പോകുന്നത്? പ്രത്യേകിച്ചും കേരളത്തിൽ BJP എന്ന് പറയുന്ന പാർട്ടി അതൊരു വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന, റൂട്ട് ലെവലിലൊക്കെ തന്നെ വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ BJP ഭരിക്കുന്ന, അതായത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം BJP ഭരിക്കുന്ന ഒരു നിലയുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ സീറ്റുകൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് പോളിമെട്രിക്കിൻ്റെ സർവേ? പോളിമെട്രിക് സർവേ നമ്മളിപ്പോൾ പറഞ്ഞു തുടങ്ങിയത് BJP തുടങ്ങാം. BJPക്ക് 0 ആണ് ഞങ്ങൾ പോളിമെട്രിക് സർവേ. ഒരു സീറ്റ് പോലും കേരളത്തിലില്ല. അവർക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന വോട്ടിംഗ് ശതമാനത്തിൽ ഒരു വളർച്ചയും ഉണ്ടാകാൻ ഞങ്ങൾക്കറിയാം. 15-16% വോട്ടിംഗ് BJPക്കുള്ളൂ. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ 15-16% എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കുറവാണ്. BJPക്ക് അതാ പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടില്ല. സത്യം 14.6 ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം കുറവ്. അതേപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് വ്യക്തമായ മുൻതൂക്കം ഉണ്ടാവില്ല. ഒപ്പം തന്നെ ഭരണമാറ്റം ഉണ്ടാകുമോ? ഭരണ തുടർച്ച ഉണ്ടാകുമോ? അതാ പറയുന്നത്, ഭരണ തുടർച്ച തന്നെയാണ് ഞങ്ങളുടെ സർവേകൾ. 77 മുതൽ 84 വരെ സീറ്റുകൾക്ക് ഇടതുപക്ഷം വീണ്ടും ഭരണത്തിലോട്ട് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ സർവേ പറയുന്നത്. അതായത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കാത്തത്?
എന്താണ് ജനങ്ങൾക്ക് ഞങ്ങൾ ഈ ചോദ്യം ഞാൻ ഓരോരുത്തരോട് എന്തുകൊണ്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ട്, എന്താണ് കുറ്റം പറയാനുള്ളതാണ് കൂടുതൽ. 57% ആളുകൾ ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് പറഞ്ഞത് ശരിക്ക്. അപ്പോൾ അവരോട് നമ്മൾ കൂടുതൽ ചോദിക്കുക എന്തുകൊണ്ട് ഓരോ വ്യക്തിയും അവരുടേതായ കാര്യങ്ങൾ പറയുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണ്, ഈ ഭരണത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ബാക്കിയുള്ള 43% ആളുകളും പറഞ്ഞത് വികസനത്തെക്കുറിച്ചല്ലായിരുന്നു. അവർ സ്വർണം കട്ടില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് എതിർത്തവർ പറഞ്ഞത്. പക്ഷെ അനുകൂലിച്ചവർ പറഞ്ഞത് ഓരോ മേഖലകളെയും വളർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ശരിക്കും ഒരു ഇൻഡിക്കേറ്ററാണ്. അതായത് ഈ പറയുന്നത് പോലെ 73% ആളുകൾ 57% ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ്. സീറ്റാ പറഞ്ഞത് 140-ൽ 77 മുതൽ 84 വരെ സീറ്റുകൾ വാങ്ങി ഇടതുപക്ഷ ഭരണത്തിൽ വരും. അത് LDF 77 മുതൽ 87 വരെ 84 വരെ. അപ്പോൾ UDF 56, ബാക്കിയുള്ള 56 മുതൽ 63 വരെയുള്ള സീറ്റ്, ഒരു 11 സീറ്റാണ് ശരി നല്ല ടൈറ്റ് മത്സരമാണുള്ളത്. ഓക്കെ. അപ്പോൾ അതായത് ആ സീറ്റുകൾ, പക്ഷേ ആ സീറ്റുകൾ വരുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞതുപോലെ വിധി നിർണ്ണയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമല്ലേ. കാരണം 71 എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു മാജിക് നമ്പർ. അപ്പോൾ ഈ പറയുന്നത് പോലെ 73 മുതൽ 84 വരെ എന്ന് പറയുമ്പോൾ 77 മുതൽ 84 വരെ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 11 സീറ്റുകൾ സ്വിംഗ് ചെയ്യുന്ന സീറ്റുകളാണെന്ന് പറയുന്നത്. 77 മൈനസ് 11 എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭരണം കിട്ടാനുള്ളൊരു സ്വിങ്ങിന് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സർവേയിൽ ആര് തുടർഭരണമാണെന്ന് ചോദിച്ചതിനാണ് അതുണ്ടായത്. കേരളത്തിൽ ഇപ്പോൾ ചോദിച്ചത് എന്താ സ്റ്റേബിലിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ലാസ്റ്റ് വന്നത്. ആ സ്വിങ് ചെയ്യുന്ന ഭാഗങ്ങളിലേക്ക് ഒരു കൺസൾട്ടേഷൻ നടത്താൻ ഇപ്പോഴത്തെ UDF കഴിയില്ല. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു മീൻസ് ലീഡർഷിപ്പിലുള്ള ഒരു വിശ്വാസ്യതക്കുറവാണ് ജനങ്ങൾ അധികം പ്രകടിപ്പിച്ചത്. അത് അവർ നല്ലൊരു കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ, ലീഡർമാർ തമ്മിൽ കൺസൾട്ടേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്ക് സ്വിങ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് ഇപ്പോൾ UDF സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ അവർ പ്രൊജക്ട് ചെയ്ത് മുന്നിൽ നിർത്തുന്നുണ്ട്. അപ്പോൾ ഈ VD സതീശൻ എന്ന് പറയുന്ന നേതാവിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ലേ? ഇല്ല, ശരിക്കും നല്ല ഇത് ഞങ്ങൾ VD സതീശന് 26% ആളുകളാണ് പിന്തുണച്ചത്. 33% ആളുകൾ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞു. 26% ആളുകളും ഈ VD സതീശനെ പിന്തുണക്കുമ്പോഴും അവർക്കും അതൊരു പിന്തുണച്ചതിന് ഒരു UDF വരട്ടെ എന്നുള്ള വിചാരത്തിലുള്ള പിന്തുണയുള്ളൂ. അപ്പോൾ ബാക്കി ശതമാനം ആർക്കാണ് പോയത്? 26-ഉം 33-ഉം ആകുമ്പോൾ ഏതാണ്ട് 59. അതിൽ ശശി തരൂർ വന്നിട്ടുണ്ട്, ശൈലജ ടീച്ചർ ശശി തരൂർ 18% വന്നിട്ടുണ്ട്, 11% ശൈലജ ടീച്ചർ വന്നിട്ടുണ്ട്, രാജീവ് ചന്ദ്രശേഖരൻ 5%, രാജീവ് ചന്ദ്രശേഖരൻ, രമേശ് ചെന്നിത്തലയ്ക്ക് 7% വന്നിട്ടുള്ളത്. ഇതാണ് കോൺഗ്രസിൽ ഈ പറയുന്നത് പോലെ VD സതീശനാണ് കോൺഗ്രസിൽ അക്സെപ്റ്റൻസ് കിട്ടുന്ന നേതാവ്. അതെ, തൊട്ടടുത്തിന് ശശി തരൂരും വരികയാണെങ്കിൽ ഒന്നുകൂടി മെച്ചപ്പെടുമായിരുന്നു എന്നുള്ളൊരു വിഭാഗം കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും അപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ ഇടതുമുന്നണിക്ക് വലിയ രീതിയിൽ, അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ കയ്യിലുണ്ടായിരുന്ന കോർപ്പറേഷനുകൾ പലതും നഷ്ടപ്പെടുന്നു, പഞ്ചായത്തുകൾ പലതും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു? ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം പരിശോധിച്ചാൽ ഏതാണ്ട് 54 നിയമസഭാ സീറ്റുകളിൽ മാത്രമാണ് മുന്നേറ്റം ഉണ്ടാക്കാൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞത്. അതപ്പോൾ അതെങ്ങനെയാണ് അതിനുശേഷം പെട്ടെന്ന് ഈ സെനാരിയോയിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടായത്? ശരിക്കും അത് മലബാർ ഈ വോട്ടിൻ്റെ പെർസെൻറ്റേജ് നോക്കാം, മലബാർ മേഖലയിൽ നന്നായിട്ട് വോട്ട് കൂടിയിട്ടുണ്ട് UDF. അത് SIR ഒരു ഭീതിയുടെ രാഷ്ട്രീയമാണ് അവിടെ പ്രയോഗിച്ചത്. അതൊരു PR വർക്കാണ് ശരിക്കും. അതായത് ഒരു പേടിപ്പിച്ച് നിർത്തിയിട്ടുള്ളൊരു രാഷ്ട്രീയം. അപ്പോൾ ഒരു ആ ഭാഗത്തോട്ട് കൺസൾട്ട് വോട്ടിങ്ങിൻ്റെ ശതമാനം നല്ല കൂട്ടി അതങ്ങോട്ട് അടിച്ചേൽപ്പിച്ചു. SIR വരുന്നു. അതാണ് അത് ശരിക്കും അത് ഭരണവിരുദ്ധ വികാര വോട്ടല്ല, PR ടീം ക്രിയേറ്റ് ചെയ്തിട്ട് ഇടതുപക്ഷത്തിനെതിരെയുള്ള വോട്ടാക്കി തീർത്താണ്. ശരിക്കും ഒരു മാനിപ്പുലേറ്റഡ് വോട്ടുകളാണത്. പക്ഷേ ഈ ഇലക്ഷന് ശേഷം നിങ്ങൾ കണ്ടു, ഇപ്പോൾ വയനാട് ഈ വീടുകൾ ഉണ്ടാക്കി കൊടുത്ത കാര്യങ്ങൾ ഇതൊക്കെ വന്ന സമയത്ത് എത്ര കുറ്റപ്പെടുന്നവർക്ക് തിരിച്ചു വരേണ്ടി വന്നു. ശരിക്ക് ആരോഗ്യ മേഖലയിൽ ഒരു പ്രശ്നങ്ങൾ, ഇപ്പോൾ വീണ ജോർജിൻ്റെ വിഷയങ്ങളൊക്കെ അറിയാം. നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇത് ഈ കേരള രംഗത്ത് ആരോഗ്യ മേഖല മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ മേഖലയും ഓക്കെ ആയിരുന്നു. പക്ഷേ ഇലക്ഷന് തൊട്ട് മുന്നുണ്ടാക്കിയ വർഗീയ ധ്രുവീകരണങ്ങളും ഓരോ മേഖലനെ ബേസ് ചെയ്തിട്ട് ഒരു കൗണ്ടർ അറ്റാക്കാണ് അവർ ചെയ്തത്. അത് PR ടീം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അതുകൊണ്ട് തന്നെ അതിൽ വീണുപോയി കേരളത്തിലെ ജനങ്ങൾ. ശരിക്ക് വ്യക്തമായ രാഷ്ട്രീയ മനസ്സിലുള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. നമുക്കറിയാം, ഈവൻ ഒരു ബുദ്ധി വെക്കുന്നതുമില്ല, അവൻ്റെ ഉള്ളിലൊരു രാഷ്ട്രീയം ഉണ്ടാവും കേരളത്തിലെ ആളുകളെ. ആ രാഷ്ട്രീയത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശരിക്കും PR ടീമിന് കഴിഞ്ഞു ലോക്കൽ ബോഡി ഇലക്ഷനിൽ. പക്ഷേ അത് നേരെ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഭവവികാസങ്ങളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാവുക ചെയ്ത്. ഇപ്പോൾ ശബരിമല കേസ് ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നു ലാസ്റ്റ് സമയത്ത് വന്നപ്പോൾ. ഓരോപ്പോൾ ഇന്നിപ്പോൾ വന്ന ന്യൂസ് ഈ ശ്രീധരൻ അവരെ ആ വിഷയം എല്ലാ കേസുകളും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് വരുന്നത്. ശരി. അപ്പോൾ അതായത് ഈ ശബരിമലയിലെ വിഷയം കൈകാര്യം ചെയ്ത രീതിയിലൊക്കെ തന്നെയും ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് 100%. ശബരിമല എന്ന വിഷയം മുന്നോട്ട് വെച്ച് കോൺഗ്രസ് ഈ ഇലക്ഷനെ നേരിടാൻ ഞാൻ ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടും. കോൺഗ്രസിന് മുൻപോട്ട് മീൻസ് UDF മുൻപോട്ട് വെക്കാൻ ഒരു കാരണമില്ല ശരിക്ക്.
കാരണം ഞങ്ങൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ശരിക്കും ക്വസ്റ്റ്യനിൽ എന്ത് ചോദിക്കണം എന്നറിയില്ലായിരുന്നു. എന്താ ചോദിക്കുക, വികസനക്കുറവുണ്ടോ എന്ന് ചോദിക്കുക, ഏത് മേഖലയിൽ ചോദിക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ പാകപ്പേകൾ ഉണ്ടാവാം, ഇല്ല എന്നല്ല പറഞ്ഞു. എന്നിരുന്നാലും കേരളത്തിലെ ജനങ്ങൾ ഉറപ്പായും ഈ പ്രാവശ്യം മറ്റുള്ള സർവേകൾ പറഞ്ഞ എല്ലാ സർവേകളും UDF അനുകൂലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയതിൽ 100% ഇത് ശരിയായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 90 മുതൽ 100 വരെ ഈ ഉണ്ടാവും. ഇടത് സർക്കാരിന് തിരിച്ചടിയാകാൻ അല്ലെങ്കിൽ സർക്കാരിനോട് മുഖം തിരിച്ചു നിൽക്കുന്നവർ സർക്കാരിന്റെ ഏത് പ്രവർത്തനങ്ങളിലാണ് താല്പര്യക്കുറവ് കാണിച്ചിരിക്കുന്നത്? ശരിക്കും ജനങ്ങൾക്കുള്ളൊരു 10 വർഷമായില്ലേ, അത്രേ ഉള്ളൂ. വികസനമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭരണത്തിലുള്ള ദേഷ്യമല്ലാതെ അത് ശരിക്കും ഞങ്ങളത് പ്രത്യേകം ചോദിച്ചാൽ എന്താ ഈ ഞാൻ പറഞ്ഞതാണ് 43% ആളുകളോട് ചോദിച്ചു അതെന്ത് ഭരണം മാറേണ്ട ആവശ്യം. കുറേ ആയില്ല അവർ ഭരിക്കണ്, 10 വർഷമായി ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്നാലേ നാട് നന്നാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ നന്നായി, ഇപ്പോൾ ഓക്കെയാണ്. ചിലപ്പോൾ മാറി ഒന്നുകൂടി നന്നായാലോ ഈ ചിന്താഗതി ഉണ്ട്. അല്ലാതെ കുറ്റം പറയാൻ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ആകെ കുറച്ച് വന്നത് ഇപ്പോൾ ആരോഗ്യ മേഖലയായിരുന്നു, പക്ഷെ അത് തിരുത്തേണ്ടി വന്നു. അതല്ലാതെ വേറൊരു വിഷയങ്ങൾ ശരിക്കും, കാരണം ഒന്നാമത് അഴിമതിയുടെ ചോദ്യം ചോദിക്കാനില്ല. ഒരു മിനിസ്റ്ററും അഴിമതി പേരിൽ ഈ മന്ത്രിസഭയിൽ കേട്ടിട്ടില്ല. ശബരിമല വെച്ചപ്പോൾ ആളുകൾക്ക് വേണ്ട, പിന്നെ വെൽക്കം മുൻപിലിട്ട് ഞങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അഴിമതി രഹിത ഭരണം, ഒപ്പം തന്നെ വികസനത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായി തന്നെ 3ാം ടേമിലേക്ക് LDF സർക്കാരിനുള്ള മുതൽക്കൂട്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ നിങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ട് കാറ്റഗറൈസ് ചെയ്യുമല്ലോ, സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, ജെൻസീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ജെൻസീസിന്റെ കാര്യം എടുത്താൽ 10 വയസ്സ്, അതായത് പിണറായി സർക്കാർ അധികാരത്തിൽ എത്തുമ്പോൾ 10 വയസ്സുണ്ടായിരുന്ന ആൾ ഇന്ന് വോട്ടറാണ്. അതായത് ഈ 10 വർഷം കഴിഞ്ഞാൽ ഇന്നൊരു വോട്ടറാണ്. ഈ ജെൻസി എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ജെൻസി ചിന്തിക്കുന്നത് അവർക്ക് വേണ്ടത് ആരാണോ അവർക്ക് വേണ്ടത് ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തിയിലല്ല അവർ വോട്ട് നോക്കുന്നത്, വ്യക്തി രാഷ്ട്രീയം അവർക്കില്ല. ശരിക്കും ഇപ്പോഴത്തെ ശരിക്കും ജെൻസി വളരെയധികം ഘടകമായിരിക്കും ഇലക്ഷനിൽ. കാരണം പൊളിറ്റിക്കൽ പാർട്ടികളും ലീഡേഴ്സും അവരെ മറന്നിക്കണ്, ശക്തമായിട്ട് അവരെ മുൻപോട്ട് കൊണ്ടുവരാൻ ആരും ശ്രമിച്ചിട്ടില്ല. ഞങ്ങളെ സർവേകളിൽ തന്നെ ഞങ്ങൾ ഈ ജെൻസി വിഭാഗത്തോട് സംവദിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഇതിൽ പെടുത്തിയിട്ടില്ല. ഏകദേശം 26,000 സംതിങ് ജെൻസി ന്യൂ വോട്ടേഴ്സ് ഈ ടീമിൽ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അവരോട് സംസാരിക്കുമ്പോൾ അവർ ലാസ്റ്റ് ടൈമിലേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്, സ്വിങ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളത് എന്താണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയത്തിൽ 2 പേരിൽ അവർക്ക് വിശ്വാസമില്ല. ഈ ഫൈറ്റ് ശരിക്കും അവരുടെ അടുത്ത് നിന്ന് കിട്ടിയ ആൻസർ അത് ഞങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് മാറ്റി വെച്ചതാണ്. കാരണം എന്താണ് മാറ്റിവെക്കാൻ കാരണം പറഞ്ഞാൽ അത് ശരിക്കും മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യും. അത് വ്യക്തമായിട്ട് ഒരു 7 മണ്ഡലങ്ങളിൽ നിന്ന് ഞങ്ങൾ 7 മണ്ഡലം പേരെടുത്ത് വരാം. ആ 7 മണ്ഡലങ്ങളിൽ ഓൾമോസ്റ്റ് ഈ 26,000 ആ 7 മണ്ഡലങ്ങൾ എടുത്താൽ അവിടുത്തെ അവർ നോക്കുന്നത് ഈ ഇപ്പോൾ നടക്കുന്ന ഇലക്ഷൻ അവർ വോട്ട് ബഹിഷ്കരിക്കും. ആർക്കും ചെയ്യില്ല, വലതിനുമില്ല ഇടതിനുമില്ല, BJPക്ക് ആർക്കും ഇല്ല. അല്ല, ജെൻസി ഇപ്പോഴും പ്രത്യേകിച്ചും പുതിയ കുട്ടികൾക്ക് വോട്ടെടുപ്പിനായിട്ട് പോളിംഗ് ബൂത്തിലേക്ക് വരിക എന്ന് പറയുന്നത് മടിയുള്ള ഒരു കാര്യമാണ്. അവരൊക്കെ എത്തുന്നുണ്ടോ എന്നുള്ളത് സംശയം. അതാ പറഞ്ഞേ, അവർ ആ രാഷ്ട്രീയം അവരുടെ ഉള്ളിലില്ല. ഇതിന് മുൻപ് നമ്മൾ അങ്ങനെ ആയിരുന്നു. കേരളത്തിൽ ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഇവരുടെ ഉള്ളിൽ വ്യക്തമായ രാഷ്ട്രീയമല്ല, ഫോക്കസ്ഡ് രാഷ്ട്രീയമുള്ളത്. മീൻസ് അവർ ലക്ഷ്യം വെക്കുന്നതിലേക്ക് ഇവരെത്തുന്നുണ്ടോ, അത് ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ ആര് സഹായിക്കും, അവർക്ക് ചെയ്യാം. അല്ലാതെ ഒരാൾക്ക് വേണ്ടി കൊടി പിടിക്കാനോ പോസ്റ്റ് എടുക്കാനോ അവർക്ക് പറ്റില്ല. സോഷ്യൽ മീഡിയകളിൽ തന്നെ നമ്മളൊരു പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യും. ആ പോസ്റ്റിൽ വരുന്നത് എബവ് 45 ഏജിലുള്ളവരാണ് കമൻറ്റ് ഇതായിട്ട് വരുന്നത്. ആദ്യം അങ്ങനെ അല്ലായിരുന്നു. അല്ല, ഇൻസ്റ്റഗ്രാം ആണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഫേസ്ബുക്ക് മാറി, അത് ഇൻസ്റ്റഗ്രാമിലേക്ക്. പ്രത്യേകിച്ചും ജെൻസി ഒരു 30 വരെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ 35 വരെയുള്ള ആളുകൾക്ക് ഇൻസ്റ്റഗ്രാം ആണ് അവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന റീൽസും വാർത്തകളും വാർത്തയുടെ റീൽസിലേക്കാണ് അവർ പോകുന്നത്. അത്രേ ഉള്ളൂ. ഒരു കമൻറ്റ് ഒരു ചർച്ച വേദിയാക്കാൻ ഉപയോഗിക്കുന്നില്ല. അതിൽ കൂടുതൽ തന്നെ അവർക്ക് എൻ്റർടൈൻമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ജെൻസി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് എന്താണോ ഞാൻ പറഞ്ഞു അവരുടെ നീഡ്സ്, അതിൽ മാത്രമേ രാഷ്ട്രീയം അവർ കാണുന്നുള്ളൂ. ഞാൻ ഒരുപാട് ചർച്ചകൾ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ സെലിബ്രിറ്റി രാഷ്ട്രീയം അവസാനിച്ചു. ഇപ്പോഴും കേരളത്തിലെ കുറച്ച് നേതാക്കന്മാർക്ക് അത് മനസ്സിലായിട്ടില്ല. ഈ സ്ട്രാറ്റജി ടൈമിൽ നിൽക്കുന്ന ഇപ്പോൾ PR-ൻ്റെ ടീമിനോട് ചോദിച്ചാൽ നിങ്ങൾ വ്യക്തമായി അവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും PR ടീമിനോട് വരുന്നത്. ഒരു രാഷ്ട്രീയ ഇപ്പോൾ മുൻപുണ്ടായിരുന്ന നേതാക്കന്മാരെ പോലെ അവർക്ക് ഞാൻ ഇതാ വന്നിരിക്കുന്നു, എനിക്ക് വോട്ട് എന്ന് പറഞ്ഞാൽ നിൽക്കാൻ ധൈര്യമുള്ള ഏത് ആളുകളുള്ളത്, പിണറായി വിജയൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ മാറ്റി വെക്കാം. പുതിയ കുറച്ച് ആൾക്കാർ, കുറച്ച് മിഡിലുള്ള ആൾക്കാർ, ഇതിൽ ഞാൻ ഒറ്റയ്ക്ക് വന്നിരിക്കും, ഒരാളും വർക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് വോട്ട് നേടാൻ ധൈര്യമുള്ള കേരളത്തോട്ട് MLA മന്ത്രി ഇന്നില്ല.